മാർച്ച് 22 അന്താരാഷ്ട്ര ജലദിനം. ലോകമെങ്ങും കടുത്ത ചൂട് അനുഭവപ്പെടുമ്പോൾ വെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ഓരോ ജലദിനത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ബോധവത്കരണങ്ങൾ പ്രസംഗത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കൃത്യമായി ഉണ്ടാകേണ്ടുന്നതിന്റെ ആവശ്യകത ഓരോ ദിവസവും വെളിപ്പെടുകയാണ്. മഴ കേരളനാടിന്റെ അനുഗ്രഹമായിരുന്നു. കൃത്യമായി ആർത്തലച്ചു പെയ്യുന്ന മഴ. അന്നു പക്ഷേ ഈ നാട്ടിൽ പച്ചപ്പുണ്ടായിരുന്നു, ധാരാളം മരങ്ങളുണ്ടായിരുന്നു, വയലുകളും കാടുകളും ഉണ്ടായിരുന്നു. വയലുകൾ മണ്ണിട്ടു നികത്തിയും കുന്നിടിച്ചും മരങ്ങൾ വെട്ടിമുറിച്ചും കാടു കയ്യേറിയും കോൺക്രീറ്റ് സൗധങ്ങൾ പണിഞ്ഞും നാം നമ്മുടെ മണ്ണിനെ ഇല്ലാതാക്കിയപ്പോൾ ഇടവപ്പാതിയും തുലാവർഷവുമൊക്കെ താളം തെറ്റി. മേടമാസത്തിൽ വിഷു അടുപ്പിച്ച് പൂക്കേണ്ട കൊന്നകൾ കനത്ത ചൂട് മൂലം 3-4 മാസം മുമ്പ് തന്നെ പൂവിട്ടു. ചുരുക്കത്തിൽ എല്ലാം താളം തെറ്റി. നിറഞ്ഞുകവിഞ്ഞ് ഒഴുകിയിരുന്ന നമ്മുടെ പുഴകൾ വറ്റി വരണ്ടു. ദേശവ്യത്യാസങ്ങളില്ലാതെ കുളങ്ങളും കിണറുകളും വറ്റി. ഇന്ന് നാം ജലദിനം ആഘോഷിക്കുകയല്ല, ഒരിക്കൽ നിറയെ ജലമുണ്ടായിരുന്നൊരു നാട്ടിലെ വരൾച്ച ആചരിക്കുകയാണ്. കിഴക്കൻ മേഖലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കല്ലടയാർ ഇത്തവണ പതിവിലും നേരത്തെ ശുഷ്കിച്ചു. കല്ലടയാറിനെ കേന്ദ്രീകരിച്ചുള്ള കുടിവെള്ള പദ്ധതികൾ വരണ്ടു. സംസ്ഥാനത്തെ മറ്റു മിക്ക ഭാഗങ്ങളിലും എന്ന പോലെ പഞ്ചായത്തുകളും നഗരസഭയും ടാങ്കറിൽ കൊണ്ടുവന്ന് അളന്നുകൊടുക്കുന്ന വെള്ളത്തിനായി ജനം കാത്തുനിൽക്കുന്നു. വെള്ളം നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റും നിത്യവും ഉണ്ടാകുന്നത്. പഞ്ചായത്തുകളും നഗരസഭകളും കുടിവെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. ഒരു ദിവസം ഈ പതിവ് തെറ്റിയാൽ കുടിവെള്ളം കിട്ടാതെ നാട്ടുകാർ വലയും. വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ നാട്ടിൽ സംഘർഷങ്ങളും ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്യൽ പോലും ഉണ്ടായി. വെള്ളം കിട്ടാനില്ലെന്ന മുറവിളിയാണ് ജനം തകൃതിയായി നടത്തുന്നത്. അരിക ഗ്രാമപഞ്ചായത്താണോ അതോ വില്ലേജ് ഓഫീസ് വഴിയാണോ? എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് 2 ദിവസത്തിൽ ഒരിക്കൽ കൂടുമ്പോൾ വെള്ളം വരുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ ഈ ക്ഷാമത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന് കാരണം ഞങ്ങൾ ഓസ് വഴിയാണ് ഞങ്ങൾക്ക് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവഴിയും വെള്ളമില്ല. കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ ഇതുവഴി വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളത്തിനാണെങ്കിലും അല്ലാതെയുള്ള ഉപയോഗത്തിനാണെങ്കിലും എല്ലാം തികയുന്നുണ്ട്. പക്ഷെ 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓസിലൊക്കെ വെള്ളം പിടിച്ചോണ്ടിരുന്ന ഇപ്പോൾ ഓസിലില്ല, കിണറ്റിലില്ല, ഒരു സ്ഥലത്തും വെള്ളമില്ല. പഞ്ചായത്തിൻ്റെ ഈ വെള്ളം ഏറ്റവും വലിയ ഗുണകരമായിട്ട് ഞങ്ങൾക്ക് ഫലപ്രദം ചെയ്യുന്നുണ്ട്. കുടിക്കാനും എല്ലാ കാര്യത്തിനും വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടും വിഷമവുമാണ് ഞങ്ങൾക്കെല്ലാം കരാളമത്ത് മൊത്തം. ഈ സാഹചര്യത്തിലാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഈ കാഴ്ചയ്ക്ക് പ്രസക്തിയേറുന്നത്. ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ട് മാതൃകയാവുകയാണ് 9ാം വാർഡിലെ KG വിനുവും സംഘവും. മഞ്ഞമൺകാല മുറിഞ്ഞകലങ്ങ് ഭാഗത്ത് KG വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കുളം കുത്തി പമ്പും ടാങ്കും സ്ഥാപിച്ച് ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും അവസരമൊരുക്കി മാതൃകയാവുകയാണിവർ. വിളക്കുടി പഞ്ചായത്ത് 9ാം വാർഡിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന്റെ ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ പൊതുവിൽ ഈ ഭാഗത്തൊരു ജലസ്രോതസ് പണ്ടുണ്ടായിരുന്നു. അതിനെ ഞങ്ങളെല്ലാം കൂടെ ഈ ഉണക്ക സമയമായപ്പോഴത്തേക്ക് ഈ ഇവിടെ കുളം ഒന്ന് കുഴിച്ചിട്ട് ഈ പബ്ലിക്കിനുള്ള വെള്ളം, അതായത് ഇവിടുന്ന് ഒരു മോട്ടോർ സംഘടിപ്പിക്കുകയും പിന്നെ ഒരു 1000 ലിറ്റർ ടാങ്ക് മേടിച്ചിട്ട് ഈ ഹോസ് വഴി ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നത് ഡെയിലി. ഇപ്പം മഴ ഒട്ടുമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഈ കുളത്തിൻ്റെ ജലനിരപ്പ് താന്നിരിക്കുകയാണ്. എങ്കിൽ തന്നെ ഒരു പരിധി വരെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു അനുഗ്രഹം. 25,000 രൂപ ചെലവഴിച്ചാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. മഞ്ഞമൺകാല ഉയർന്ന പ്രദേശമായതിനാൽ മിക്ക കിണറുകളും വറ്റി വരണ്ട് കിടക്കുകയാണ്. ഇവിടെയുള്ള 300-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കുളത്തെയാണ്. 2 മാസമായി കുടിവെള്ള വിതരണം തുടരുന്നു. ദിവസം 20,000 ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. ഒരിക്കൽ ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പൊതുകിണറുകൾ സ്ഥാപിച്ചിരുന്നു. പഞ്ചായത്തു കിണറുകൾ എന്നാണ് ഇവയെ വിളിച്ചിരുന്നത്. ഗ്രാമീണ ജനത ഐക്യത്തോടെ ഇത്തരം പൊതുകിണറുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്ത് കിണറുകൾക്ക് ഇന്ന് പഴയ പ്രൌഢിയില്ല. ഇവ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളും കൊതുകു വളർത്തൽ കേന്ദ്രങ്ങളുമായി മാറി. തലവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടുപിന്നിലായി പഞ്ചായത്ത് വക സ്ഥലത്ത് ഒരു പൊതുകിണർ അധികൃതരുടെ അനാസ്ഥ മൂലം കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞും കിടക്കുന്നത് കാണാം. ചുറ്റുമതിലുകൾ തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ പൊതുകിണർ ഉപയോഗപ്രദമാക്കാൻ ഈ ജലദിനത്തിലെങ്കിലും അധികൃതർക്ക് കഴിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാടിന് പ്രയോജനമാകുന്ന തരത്തിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ ഇഷ്ടം പോലെ ജലസ്രോതസ്സുള്ള ഈ കിണർ കാട് മൂടി വളരെ മലിനമായി കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കി ഈ ജലം ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഈ ജലദിനത്തിൽ ഞങ്ങൾ പ്രധാനമായി ആവശ്യപ്പെടുന്നത്, ഈ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത്, ഈ ജലസ്രോതസ് വീണ്ടെടുത്ത് മുഴുവൻ ജനങ്ങൾക്ക് എത്തിക്കണമെന്നാണ്. അതേസമയം
വർഷങ്ങളായി മാലിന്യങ്ങൾ നിറഞ്ഞ് നാശോന്മുഖമായി കിടക്കുകയായിരുന്ന തലവൂർ രണ്ടാലുംമൂടിന് സമീപമുള്ള പരുവക്കുഴിച്ചിറ ഉപയോഗപ്രദമാക്കുന്ന കാഴ്ചയും ജലദിനത്തിൽ കാണാൻ കഴിഞ്ഞു. അതിരൂക്ഷമായ വരൾച്ച മൂലം ജനങ്ങൾ കാർഷിക ഗാർഹിക മേഖലകളിൽ കൊടിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വറുതിയുടെ കാലഘട്ടത്തിൽ പല കനാലുകളിലും വെള്ളമെത്തിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പരക്കെ പ്രതിഷേധമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്താതെ പല കനാലുകളും കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞും നശിച്ചു കിടക്കുകയാണ്. ജനസേവകരാവേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് കനാലുകൾ ജലസഞ്ചാരമില്ലാതെ കാഴ്ചവസ്തുവായി മാറുന്നതെന്നും ആക്ഷേപമുണ്ട്. ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറയുന്ന ഒന്നുണ്ട്. ഇനി ഒരു ലോക മഹായുദ്ധമുണ്ടായാൽ അത് വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്ന്. ഓരോ മനുഷ്യനും ഓരോ തുള്ളി വെള്ളവും അതിന്റെ മൂല്യം മനസ്സിലാക്കി ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതലോടെ വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഭാവി തലമുറയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. മനുഷ്യരാശിയുടെ മാത്രമല്ല പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പ് ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ജല ഉപയോഗവും സംഭരണവും നിക്ഷേപവും എന്ത്, എന്തിന്, എങ്ങനെ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഗൌരവതരമായ ബോധവത്കരണം നടത്തുന്നതിനുള്ള പ്രതിജ്ഞയാണ് ഈ ജലദിനത്തിൽ അനിവാര്യം. എല്ലാ വിദ്യാലയങ്ങളിലും മഴവെള്ള സംഭരണി സ്ഥാപിക്കണമെന്നുള്ള സർക്കാർ തീരുമാനവും ജലസാക്ഷരതാ ബോധവത്കരണ ക്ലാസുകളും പല വിദ്യാലയങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. അപൂർവം ചില സ്കൂളുകളിൽ മാത്രമാണ് മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കേൾക്കുകയും ഉപദേശിക്കുകയുമല്ല, ജലം സൂക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. കുടിവെള്ളത്തിന്റെ സാധ്യതകളായിട്ടുള്ള ജലസ്രോതസ്സുകളാകെ പറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജലദിനം ആഘോഷമായി മാത്രം മാറ്റുകയല്ല, ജലസമ്പുഷ്ടമായ ഒരു കേരളം, ജലസമ്പുഷ്ടമായ പ്രദേശങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിനാവശ്യമായ കർമ്മപരിപാടികൾ രൂപീകരിക്കുകയും അത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നടപ്പാക്കുകയുമാണ് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ സഹകരണത്തോടെ ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഭൂമിയെയും മരങ്ങളെയും പിച്ചു ചീന്തി വിറ്റുകൊഴുക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ചെയ്താൽ ഇവിടെ വീണ്ടും മരങ്ങളുണ്ടാകും, മഴ പെയ്യും. അതൊരു പ്രതീക്ഷയാണ്, സഫലമാകാൻ സാധ്യതയേയില്ലാത്ത പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പുനലൂർ, ആര്യങ്കാവ്, പത്തനാപുരം.